നമസ്കാരം. പതിരും കതിരും. നമസ്കാരം. പതിരും കതിരും. എൻ്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തൊരക്കിടി പറ്റി. അടികിട്ടി, തൊഴികിട്ടി, പിടിച്ചുകെട്ടി, പോരാൻ നേരം കൂട്ടിനായൊരു വാളയും കിട്ടി. അന്തരിച്ച CPI നേതാവും കവിയുമായിരുന്ന കണിയാപുരം രാമചന്ദ്രൻ യൗവനം ദാഹം എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഈ പാട്ട് കേൾക്കാത്ത പഴയ തലമുറയുണ്ടാകില്ല. ഈ പാട്ട് കേട്ട് റേഡിയോയ്ക്കരികിലേക്ക് ഓടിയെത്തിയ ഒരു കാലമുണ്ടായിരുന്നു. ആളു വരുന്നുണ്ട്, അടിയുടെ കോളു വരുന്നുണ്ട് എന്ന് മകൻ അച്ഛനോട് പാട്ടിലൂടെ പറയുമ്പോൾ കേൾവിക്കാർ ചിരിക്കുമായിരുന്നു. ഒടുവിൽ അച്ഛൻ മകനോട് പറയും, കൊത്തിക്കൊത്തി മുറത്തിക്കേറി കൊത്താതടം മകനെ, എടാ മകനെ ഭീമസേന. ഈ പാട്ട് ശരിക്കും ഇപ്പോൾ ഓർക്കാൻ കാരണം നമ്മുടെ പിണറായി വിജയനോട് മകൾ പറയുന്ന രംഗം സങ്കല്പിച്ചപ്പോഴാണ്. ഈടി വരുന്നുണ്ട്, അച്ഛന് കോള് വരുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ അച്ഛൻ മകളെ കുരുക്കുകയായിരുന്നു. നിഷ്കളങ്കമായ മകൾ ED ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്രേ, എല്ലാം അച്ഛനെ അറിയൂ. സത്യത്തിൽ അച്ഛനാണോ അമ്മയാണോ നിഷ്കളങ്കയായ ആ മകളെ ചതിച്ചതെന്നാണ് അറിയേണ്ടത്. ഒരു കാരണവശാലും AKG സെൻറ്ററിൻ്റെ വിലാസത്തിൽ ഒരു തട്ടിക്കൂട്ട് കമ്പനി മകൾ സ്വന്തം നിലയ്ക്ക് തുടങ്ങാൻ യാതൊരു സാധ്യതയുമില്ല. എത്രയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും വീണ തായ്ക്കണ്ടിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, എല്ലാം അച്ഛനെ അറിയൂ. സത്യത്തിൽ അച്ഛൻ മകളെ കുരുക്കുകയാണോ മകൾ അച്ഛനെ കുരുക്കുകയാണോ എന്ന് ആകപ്പാടെ സംശയത്തിലായി. വീണ പറയുന്നത് ശരിയാണെങ്കിൽ ഈ അച്ഛൻ ഭയങ്കരനായ ഒരച്ഛനാണ്. നോക്കൂ, ദൃശ്യത്തിലെ ജോർജ് കുട്ടി സ്വന്തം കുടുംബത്തെയും മക്കളെയും രക്ഷിക്കാൻ, അവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ എല്ലാം സ്വയം ഏറ്റുവാങ്ങി സ്വയം ഉരുകി ഒരു ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. എന്തായാലും കള്ളൻ വിജയൻ എന്ന നാടകം തട്ടിൽ കയറുന്നതിന് മുമ്പേ പൊളിഞ്ഞെങ്കിലെന്താ, പുതിയ നാടകം അരങ്ങേറിക്കഴിഞ്ഞു. എല്ലാം അച്ഛനെ അറിയൂ. നാളെ അച്ഛനെ ED ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞെന്നിരിക്കും, എല്ലാം മകളുടെ അമ്മയ്ക്കേ അറിയൂ. അങ്ങനെ ED അമ്മയെ പിടിക്കും. അപ്പോഴമ്മ പറയും, എല്ലാം സരസൻ ഗോവിന്ദനെ അറിയൂ. ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ കാലങ്ങളോളം നീണ്ടുപോകും. ആ കുടുംബത്തിൽ ആർക്കും ഇപ്പോഴും ഒന്നും അറിയില്ല. എങ്ങനെ ഈ കാശ് വീണയുടെ അക്കൗണ്ടിൽ വന്നുവെന്ന് അന്വേഷിക്കുകയാണ് അവരും. കർത്താവിടെ മാസപ്പടി ഡയറിയിലെ PV എന്ന പേര് കണ്ടപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചു പോയി. ആ PV ഞാനല്ല എന്ന് പിണറായി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അന്വേഷണം അവസാന ഘട്ടത്തിലെത്തിയ മുറയ്ക്ക് പിണറായി വിജയനെ ഈ ആഴ്ച തന്നെ ചിലപ്പോൾ ED ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. മകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയും അവസാന ഘട്ടത്തിലെത്തി. അങ്ങനെ സംഭവിച്ചാൽ ആ മകൾ പുറത്തു വന്ന് ഉറക്കെ പറഞ്ഞെന്നിരിക്കും, എല്ലാത്തിനും കാരണക്കാരൻ എൻ്റെ അച്ഛനാണെന്ന്. ഇനി ആ കുടുംബം ആലോചിച്ചുറപ്പിച്ച് വന്നു കയറിയ മരുമകൻ്റെ തലയ്ക്ക് എല്ലാം കൂടി ഇട്ടുകൊടുക്കുമോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് പൊക്കി കാണിച്ച അച്ഛനെ പറ്റിയാണ് മകൾ പറയുന്നത്, എല്ലാം അച്ഛൻ്റെ പണിയാണെന്ന്. ചുരുക്കി പറഞ്ഞ കൻ്റോൺമെൻറ്റ് ഹൗസിൽ ഇപ്പോൾ അച്ഛൻ ഉറങ്ങാറേ ഇല്ല. കരണ്ട് പോയാലുടൻ പേടിയാണ്. ആരെങ്കിലും ഗേറ്റ് തുറക്കുന്നുണ്ടോ എന്ന ഭയം, മതിൽ ചാടി ആരെങ്കിലും കയറുമോ എന്ന ഭയം. എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷത്തായതോടുകൂടി മാധ്യമങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള ചൂടും പാടും അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷമായ BJP ആണെങ്കിൽ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് പോലും കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അവരിപ്പോൾ KPCC ഓഫീസിൻ്റെ മുമ്പിലും ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിലും ചെന്ന് എന്തൊരാവേശത്തോടെയാണ് ബാരിക്കേഡുകൾ കുലുക്കുന്നതും നനഞ്ഞു കുളിക്കുന്നതും. പിണറായി വിജയൻ്റെ സ്വന്തക്കാരനായ മൂന്നാമത്തെ മുൻ ദേവസ്വം പ്രസിഡന്റ് അകത്ത് പോയിട്ടും BJP ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. വയസ്സാം കാലത്ത് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതിനും അകത്തിടുന്നതിനും ഒന്നും BJPക്കാർക്കും അത്ര വലിയ താല്പര്യമൊന്നുമുള്ള മട്ടല്ല. കോൺഗ്രസും ഏതാണ്ട് വിട്ട മട്ടാണ്. ആകെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഷോൺ ജോർജും മാത്യു കുഴൽനാടനും മാത്രമാണുള്ളത്. പിണറായി ഭരിക്കുമ്പോൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന എന്ത് വിഷയം വന്നാലും കമ്മിക്കൂട്ടങ്ങളും അന്തങ്ങളും അവരുടെ നേതാക്കളും ഒന്നിച്ചിറങ്ങി മുഖ്യമന്ത്രിയെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ സതീശൻ മുഖ്യമന്ത്രിയായി വന്നതോടെ കോൺഗ്രസിന് ആ പൊതിഞ്ഞുപിടുത്തമൊന്നുമില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. KPCC എന്ന സംവിധാനമേ ദുർബലപ്പെട്ട് കഴിഞ്ഞു. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പോലും അതിന് ജീവനില്ലായിരുന്നു. 5 വർഷത്തെ ഭരണം കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും കോൺഗ്രസ് എന്ന പാർട്ടിയേ നാട്ടിലുണ്ടാകില്ല. ഇതേ അവസ്ഥ തന്നെയായിരുന്നല്ലോ CPMനും. അവരെത്ര ജാഗ്രതയോടാണ് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ശക്തമായി ഭരണപക്ഷവും പ്രതിപക്ഷത്തുള്ള BJPയും CPMന് നേരെ മാസപ്പടി വിഷയത്തിൽ ആഞ്ഞടിച്ചിരുന്നെങ്കിൽ ഈ CPM എന്ന പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? കമ്മികൾ ഉടുമുണ്ട് പറിച്ച് ഓടുമായിരുന്നു.
ഈ വിഷയത്തിൽ നിന്നും അച്ഛനെയും മകളെയും മാധ്യമശ്രദ്ധയിൽ നിന്നും അകറ്റാൻ വേണ്ടിയാണ് VD സതീശൻ നടത്തിയൊരു പ്രസംഗത്തിൻ്റെ ഭാഗം അടർത്തിയെടുത്ത് വിവാദമുണ്ടാക്കാൻ പോലും ശ്രമിച്ചത്. കഴിഞ്ഞ വർഷം എന്തൊരു ആഘോഷമായിട്ടാണ് ക്ലിഫ് ഹൗസിൽ അത്തപ്പൂക്കളമിട്ടതും ഊഞ്ഞാലാടിയതുമെല്ലാം. ആ കുടുംബം പായസം വെച്ച് ആഘോഷമാക്കി ഓണം ആഘോഷിച്ചു. ഇത്തവണ എന്താകുമോ എന്തോ. എല്ലാം അച്ഛനെ അറിയൂ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ മാത്രം അറിയും.